എൻ്റെ പേര് ബാഹുലേനാണ്. തനുശ്വരം സ്വദേശിയാണ്. ദേശീയ കായികതരം. ഞാൻ ഈ ലൈവിൽ വരാൻ പറ്റിയ കാര്യം എന്തെന്നുണ്ടെങ്കിൽ ഗണേശിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞാൻ ഗണേശിൻ്റെ അച്ഛന് വേണ്ടി ഓടിയിട്ടുണ്ട്. പണ്ട് കാലത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വരെയാണ് ഓടിയത്. നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഓടിയത്. എന്തെന്ന് പറഞ്ഞാൽ 60 വയസ്സിന് ഉയരോട്ടമുള്ളവർക്ക് ജയിലിൽ കിടന്നപ്പോൾ നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഓടിയത്. അതുകൊണ്ട് ഗണേശർ എൻ്റെ ജോലിയിൽ എനിക്ക് ആദ്യം ജോലി ഉണ്ടായിരുന്നു. ജോലി കിട്ടാനുള്ള ഫയലിൽ കുറി വാരി തേച്ചു. ലാസ്റ്റാണ് ഞാൻ വിവരവശം എടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കുറി വാരി തെച്ചെന്ന്. അപ്പം ലാസ്റ്റ് ഞാൻ നോക്കിയപ്പം വ്യക്തികൾക്ക് വേണ്ടി ഓടിക്കൊണ്ട് ബാഹുലിന് ജോലി കൊടുക്കേണ്ടെന്ന് ഗണേഷ് ലാസ്റ്റ് എഴുതിയിരുന്നു. വിവരവശം എൻ്റെ ഉണ്ട് ഇപ്പോഴും. അതാണ് സത്യം. എന്നാൽ അന്ന് തന്നെ ഈ ഗണേഷ് മന്ത്രിസഭയിൽ വീഴുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മന്ത്രിസഭയിൽ വീഴുന്നുണ്ട്. ഞാൻ അന്ന് ആറ്റുകാൽ തൊഴുന്നു. അന്ന് വൈകുന്നേരം തന്നെ ഗണേഷ് വീഴുന്നു. സത്യം ദൈവത്തിൻ്റെ അന്ന് തൊട്ട് ഇവന് ദ്രോഹമാണ്. ഇതുവരെ ഇവൻ രക്ഷപ്പെടില്ല. അതാണ് സത്യം എന്നും നിലനിൽക്കുമെന്നുണ്ട്. യാമനി തങ്കച്ചിരിയ കാര്യം അത് കഴിഞ്ഞ് രണ്ടാമതൊരു സ്ത്രീയെ കെട്ടി. അതിനും ഇതിങ്ങനെ എന്തൊരു മാനം കെട്ടി. ഇലക്ഷനും അടുത്ത് മുഖ്യമന്ത്രി കണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ രാജിവെപ്പിക്കണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഓടാൻ. പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാഹുല സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ഒരു 4 വളയെ ഓടാൻ. ഞാൻ അങ്ങനെ ഓടുന്നില്ല. ഇങ്ങനെ ഉള്ളതിന് ഓടാനുള്ള ജനങ്ങളെ വോട്ടുകൊണ്ട് പാവപ്പെട്ട ഞാനാണ്. ഇതുപോലെ ജനങ്ങളെ വോട്ടുകൊണ്ട് പാവപ്പെട്ടവർ വോട്ടുകൊണ്ട് വെച്ചിട്ട് പാവങ്ങളെ നശിപ്പിക്കണമെന്നാണ് ഗണേശ്. ആര് എന്ത് പറഞ്ഞാലും അവനെ കുറ്റം പറയലാണ് ഗണേശിന് ജോലി. ഞാൻ സത്യമാണോ ഉള്ളതാണോ പറയണത്. അതുകൊണ്ട് ഈ ഗണേശനും പത്തനംതിട്ടയുള്ള ആരും ജയിപ്പിക്കല്ല. ഇലക്ഷൻ നിന്നാലും വേറെ ആര് ജയിച്ചുകൊണ്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. എൻ്റെ കഞ്ഞിയിൽ പാറ്റ വാരിയിട്ടതുപോലെയാണ് തോന്നും. അങ്ങനെയുള്ള ഗണേശാണ്. അസൂയം കുശുമ്പുമാണ് അവൻ പറയണത്. അവനാണ് ഏറ്റവും അസൂയം കുശുമ്പുള്ളത്. മനുഷ്യനിൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ കുറിവാരി ഒരുത്തൻ്റെ ജോലി ഫയലിൽ കുറിവാരി തേച്ച മനുഷ്യൻ ഇങ്ങനെ ഇല്ല. എല്ലാം ലൈവ് കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ഗണേശ്. പോലീസ് എന്നാലും ഒരു സ്ത്രീ പരാതി കൊണ്ട് കൊടുത്തിട്ട് ആശം തുടങ്ങിയില്ലെന്നില്ലേ പറയണത്. സ്ത്രീകൾ പരാതി വന്ന 24 മണിക്കൂറിന് പുരുഷനെ പിടിച്ച് അകത്തിടണമെന്നാണ്. ഇതുവരെ അതും ഒരു ഇതില്ല. ഇതാണ് ഒരു മന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണവൻ്റെ മന്ത്രി സഭയിൽ നിർത്തിക്കുന്ന അത് വളരെ ഒരു വിവാദമാണ്. പീഡനവും അതുപോലത്തേക്ക്. ഗണേശ് തന്നെ പറഞ്ഞത് എന്തെന്ന് മന്ത്രിസഭയിൽ വലിയ പെണ്ണുങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞു. ആ ഗണേശാണ് ഇപ്പോഴും രണ്ടാമത് ഇതിങ്ങനെ. ആദ്യം ഏമിന് തങ്കച്ചിയായിരുന്നു. അവർ പോയി. അന്ന് ഞാൻ ആ അവസരത്തിലാണ് ഞാൻ തൊഴുന്നത്. അന്ന് തന്നെ ആറ്റുകാൽ തൊഴുന്നത് അന്ന് വീഴുന്നു. അതിന് ശാപം ഇതുവരെ മാറിയിട്ടില്ല. അതാണ് സത്യത്തിനെന്നും. അല്ലെങ്കിൽ എനിക്ക് ശബരിമലയിൽ 1.5 ദിവസം കൊണ്ട് ഓടാൻ പറ്റില്ല മനുഷ്യനെ കൊണ്ട്. ഞാൻ ഓടി. അതിൽ ഗുരുവായൂർ ഓടിയിട്ടുണ്ട്. പാറശാല മുതൽ കാസർഗോഡ് വരെ ഓടിയിട്ടുണ്ട്. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്നാലും നിലയ്ക്ക് അന്ന് തൊട്ട് അവന് സമാധാനമില്ല. അതാണ് അവ കാണുന്നത് വാർത്ത. എൻ്റെ ഫയലിൽ കുറി വായിച്ചേച്ച ഇത് പത്തനംതിട്ട ഉള്ളവരും കാണുന്നു. ഇങ്ങനെയുള്ള ഗണേശനാണ് നിങ്ങളെല്ലാവരും കൂടി മന്ത്രിയാക്കിയല്ലോ വോട്ട് കൊണ്ട് ജയിപ്പിക്കും. സത്യം എന്നാലും പുറത്തു വരും. ഇനി 2-3 വിവാദങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടോ സത്യങ്ങൾ പുറത്തു പോയിട്ട് ജനങ്ങൾ അറിയിട്ട്. ഇതാണ് ഗണേശിൻ്റെ തൊഴിൽ. ഇത് മന്ത്രിസഭനെ മുഖ്യമന്ത്രി കണ്ട് എത്രയും പെട്ടെന്ന് മന്ത്രിസഭനെ ഇങ്ങനെ വെളിയിലാക്കണമെന്നാണ് പറയാനുള്ളത്. നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾ ഇതിൽ ഇത്രയും വിവാദം ഉണ്ടാക്കുന്ന ഈ ഒരു മനുഷ്യനെ ഞാൻ കണ്ട് ആരെക്കുറിച്ചും കുറ്റം പറയുന്ന ഒരു മന്ത്രിയാണ് ഗണേശ്. വേറെ ഒരു മന്ത്രി മറ്റൊരു മന്ത്രിയെ കുറിച്ച് കുറ്റം പറയും. സ്വന്തം പല്ലിനെ കുറ്റി നാറ്റിക്കുമെന്ന് പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ് സത്യം. സത്യത്തിനെ കാലമുള്ളൂ. അതുകൊണ്ട് സത്യം എന്നാലും നിലനിൽക്കും. എൻ്റെ ഫയലിൽ കുറിവാരി തേച്ചപ്പോൾ അന്ന് എനിക്ക് എന്ത് വിഷമം തോന്നി. അന്ന് തൊഴുന്നു, 4 മണിക്ക് തൊഴുന്നു, 7 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും ഗണേശ് വിടുന്നു. സത്യത്തിന് എത്ര കാലമുണ്ടെന്ന് നോക്കുള്ളൂ. ഇതുപോലെയാണ് സത്യങ്ങൾ എന്നാലും പുറത്തു വരും. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.